ദൈവത്തിന്റെ സ്വന്തം നാട്, 100% സാക്ഷരതയുള്ള നാട് എന്നൊക്കെ പറയുന്ന നമ്മുടെ കേരളത്തില് അനുദിനം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ദിനം പ്രതി നടക്കുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള, നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം ചർച്ചകൾ നമ്മൾ ദിനം പ്രതി നമ്മളും അതിൽ പങ്കാളികളാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നു. ആളുകൾ ആ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. സ്വയം നമ്മൾ തന്നെ അഭിഭാഷകരും അതുപോലെ ജഡ്ജിമാരും ഒക്കെ ആവുകയാണ്, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു റിസൾട്ട് ഉണ്ടാവുന്നില്ല. എന്താണ് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നിയമപരമായിട്ട് അറിയാനായിട്ടുള്ള ഒരു വേദി ഒരുക്കുകയാണ് നമ്മൾ ഇന്ന്. നമ്മുടെ കൂടെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് എന്നുള്ളത് റെബിൻ ഗ്രാലനാണ്. റെബിൻ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാണ്, അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ റെബിൻ, നമ്മുടെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയാം. പലരും തലമുറയെ കുറ്റം പറയുന്നുണ്ട്, പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട്. തലമുറയുടെ പ്രശ്നമാണോ ആക്ച്വലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പിന്നിലുള്ള ബേസിക് റീസൺ എന്താണ്? സമൂഹത്തിലൊരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു രീതി, അത് എല്ലാ കാലങ്ങളിലും, ഇപ്പോൾ മാനവരാശിയുടെ എല്ലാ ചരിത്രം നോക്കിക്കഴിഞ്ഞാലും ഇതിനേക്കാളൊക്കെ വലിയ ദുരിതപർവങ്ങളിൽ കൂടെ നാം കടന്നു പോയിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, വലിയ കെടുതികൾ, അല്ലെങ്കിൽ അതുപോലുള്ള പോരാട്ടങ്ങൾ. അപ്പോൾ രക്തരൂക്ഷിതമായ ഒരുപാട് ഘട്ടങ്ങൾ എല്ലായ്പ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന് ഒരുപക്ഷെ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ കൂടി നോക്കുമ്പോൾ മനുഷ്യന് എല്ലാ കാലങ്ങളിലും ഉള്ള ഒരു രീതിയാണ്, ഒരു ക്രിമിനൽ സ്വഭാവം അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതൊരു മൃഗസമാനമായ മനുഷ്യനെ സാംസ്കാരിക ജീവിതത്തിലേക്ക് പറിച്ചു നടാൻ കാലാകാലങ്ങളിൽ, അത് രാജഭരണകാലത്തിലാവട്ടെ, പിന്നീട് റിപ്പബ്ലിക് സ്റ്റേറ്റുകളുടെ ആവിർഭാവത്തിലായിക്കോട്ടെ, ഓരോ ഘട്ടത്തിലും സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഒരു നീതിന്യായ വ്യവസ്ഥ. അത് പ്രത്യേകമായിട്ടും പ്രവർത്തിച്ചു വരുന്നത് എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ജനത്തിന് ചിട്ട പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അവനെ ഒരു ചിട്ടയായ രീതിയിൽ ഡിസിപ്ലിൻ ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് നടത്താൻ ഓരോ കാലഘട്ടത്തിലും അതത് ഭരണകൂടങ്ങൾ ഒരു പണിഷ്മെൻറ്റിൻ്റെ കോഡ്, നിയമസംഹിത കൊടുക്കുന്നു. ഹമുറാബിയുടെ ഒരു കോഡാണ് നമുക്ക് നിയമചരിത്രത്തിൽ നോക്കുമ്പോൾ അതിനെ ആദ്യമായിട്ട് ലഭിക്കുന്ന ഒന്നെന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ അശോകൻ്റെ കാലഘട്ടത്തിലെ കളിമൺ ഫലകങ്ങൾ, ശിലാലിഖിതങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഈ രാജാക്കന്മാർ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്ന റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളുടെ ആവിർഭാവത്തിൽ വന്ന ഇത്തരം സംഹിതകൾ, കോഡുകളാണ് ഇതിനെയൊക്കെ നയിച്ചു വരുന്നത്. അതിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ഒരു രീതി നാം കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് തന്നെ 1860 ഇന്ത്യൻ പീനൽ കോഡ്, ശിക്ഷാ നിയമം നമുക്ക് വന്നിട്ടുള്ളത്, കുറ്റവും ശിക്ഷയും. അപ്പോൾ അതിലെപ്പോഴും ഒരു ഡിറ്ററൻ്റ് ഇഫക്റ്റ്, മനുഷ്യനെ, പൗരനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇന്ന കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, നീ സഹജീവിയെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഇന്ന ശിക്ഷ നിനക്ക് ലഭിക്കും, അങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് വരുന്നത്. പക്ഷേ പിന്നീട് നമുക്കറിയാം, കൂടുതൽ മനുഷ്യാവകാശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ കുറ്റം, സങ്കലനം, ശിക്ഷ സമം ഒരു നിഷ്കളങ്ക രീതിയിൽ ക്രൈം പ്ലസ് പണിഷ്മെൻറ്റ് മേക്സ് എ മാൻ ഇന്നസെൻറ്റ്, മഹാത്മാഗാന്ധിയുടെയൊക്കെ ഉദ്ധരണിയെ നമുക്ക് ഓർത്തു നോക്കുമ്പോൾ സമൂഹം അവനെ ഇരു കൈയും നീട്ടി വീണ്ടും തിരിച്ചാനയിക്കുകയാണ്. അവനിലുണ്ടായിരുന്ന കളങ്കം ആ ഒരു ശിക്ഷാ രീതിയിൽ കൂടി, ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതോടുകൂടി കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഭാഗത്ത് മനുഷ്യാവകാശം, പ്രിസൺ, ഹ്യൂമൻ റൈറ്റ്സ് അതിനുവേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് സംസ്കാര സമ്പന്നമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഡിറ്ററൻ്റ് ഇഫക്റ്റിനെ ഭയപ്പെടുത്തുന്ന രീതിക്ക് ഒരു ശോഷണം സംഭവിച്ചോ എന്നൊരു ചോദ്യം, അത് പുതിയ തലമുറയിലെ വേണ്ടത്ര ഭയം നിയമത്തിനോടും അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന സ്ഥിതിയോടും ഉണ്ടാക്കുന്നുണ്ടോ, ആ ഒരു സംശയമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ പാരൻസ് നമ്മളെ ഗുണദോഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഈർക്കിളി എടുത്ത് അടിക്കുന്ന, ഒരു പുളിവാറെടുത്ത് തല്ലുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി, പ്രത്യേകിച്ച് പോക്സോ കേസിൻ്റെയൊക്കെ ആവിർഭാവത്തോടെ കുട്ടികളോട് വളരെയധികം വെസ്റ്റേൺ സമൂഹങ്ങളൊക്കെ പെരുമാറുന്ന പോലെ ഈ ഇന്ത്യൻ മാതാപിതാക്കളും പെരുമാറി തുടങ്ങുന്നതോടുകൂടി ഒരു 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 കയ്യകലത്തിൽ നിർത്തിക്കൊണ്ടുള്ള പെരുമാറ്റ രീതികൾ അവരിൽ നിയമത്തോടും, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു ഡിസിപ്ലിൻ ആക്ഷൻ ലൈനിനോടുമൊക്കെ ഒരു 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 വ്യത്യാസമുണ്ടാക്കി. അപ്പോൾ അത്തരത്തിൽ ആരെയും ഭയക്കാതെ ജീവിച്ചു വരുന്ന വിദ്യാർത്ഥി സമൂഹം ഒരു പക്ഷേ ഇത്തരം ക്രിമിനൽ വാസന കാണിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വീട്ടിലും ഒരു
പഴയ രീതി എന്ന് പറയുമ്പോൾ പാരൻസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ശിക്ഷയെ പേടിക്കുന്ന അല്ലെങ്കിൽ അടി കിട്ടും എന്ന് പേടിക്കുന്ന ഒരു തലമുറയായിരുന്നു. ഇന്ന് ആ പേടി കുട്ടികൾക്കില്ല. അതുപോലെ നിയമത്തിനെ ആണെങ്കിലും പേടിക്കണ്ട എന്നുള്ളൊരു രീതിയിലാണ് നിയമം പലപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് പല ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാലും അത് ഉതകുന്ന ശിക്ഷയല്ല, ഒരു കുറ്റത്തിന് ഉതകുന്ന ശിക്ഷയല്ല കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് വളരുന്നത് കൊണ്ടായിരിക്കാം കുട്ടികൾ ഒരു പക്ഷേ കൂടുതൽ ഫ്രീഡം കിട്ടുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാമല്ലോ ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരുന്നത്. അല്ല, പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അതിലൊന്ന് ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ രീതിയിൽ ഈ ശിക്ഷണം എന്ന രീതിയിൽ വടിയെടുത്തുകൊണ്ടുള്ള പഠിപ്പിക്കുന്ന രീതി ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അതിലേക്ക് നമുക്കിനി തിരിച്ചു പോകാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ വധശിക്ഷ ഇപ്പോൾ നമുക്ക് രാജ്യത്ത് നിലവിലുള്ളതാണ്. നാം സംസാരിക്കുമ്പോൾ വധശിക്ഷ നിലവിലുള്ള ഒരു രാജ്യം എന്നതുകൊണ്ട് തന്നെ അതിനെ ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ മുന്നോട്ട് പോകുന്ന സമൂഹം എങ്ങനെ വധശിക്ഷയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ശിക്ഷാ രീതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഡിറ്ററൻ്റ് എഫക്റ്റ്, ഭയപ്പെടുത്തുന്ന രീതി വധശിക്ഷ ഇല്ലാതെ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന കാലഘട്ടം വരുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിറ്ററൻ്റ് തിയറി ഓഫ് പണിഷ്മെൻറ്റിൽ നിന്ന് മാറിക്കൊണ്ട് മഹാത്മാഗാന്ധിയെ പോലെ, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റിപ്പബ്ലിക് രാജ്യങ്ങളുടെ ഉദയം, സൂര്യനസ്തമിക്കാത്ത കോളനികളുടെ വാഴ്ച അവസാനിക്കുന്നു, ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയുടെ വിഴുപ്പുകൾ ചുമക്കേണ്ടതില്ല, നമുക്ക് പുതിയ കോഡുകൾ, സംഹിതകൾ, ന്യായ സംഹിതകൾ വരുന്നു. അപ്പോൾ ഈ രീതിയിൽ പുതുക്കി പുനർനിർവചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഡിറ്ററൻറ്റ് തിയറി എന്ന പണിഷ്മെൻറ്റ് രീതിക്ക്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ കാണുന്ന കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന രീതിക്കൊക്കെ പകരം അത് റിട്രിബ്യൂട്ടീവ് സിസ്റ്റം ഓഫ് പണിഷ്മെൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് റീഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് അഥവാ പരിവർത്തനം നടത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ, അവൻ്റെ രീതികളെ എങ്ങനെ ഒരു ശിക്ഷാ രീതിയിൽ കൂടി ജയിലിൽ കഴിയുന്ന കാലം കൊണ്ട് ഒരു റീഫോർമേഷൻ വരുത്തിക്കൊണ്ട് അവനെ നല്ലൊരു മനുഷ്യനായിട്ട് എങ്ങനെ സമൂഹത്തിലേക്ക് തിരിച്ചു വിളിക്കാം, ഇതിലേക്കാണ് ഫോക്കസ് ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ല. അത് കുറ്റങ്ങൾ വർദ്ധിക്കുന്നു എന്ന് വെച്ച് നമുക്ക് അലമുറയിട്ടിട്ട് കാര്യമില്ല. റീഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് എത്തരത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കേണ്ടത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇഷ്യൂ എടുക്കുകയാണെങ്കിൽ ഷഹബാസ് വധക്കേസ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവരുടെ കൂട്ടുകാരുമൊത്തുള്ള ചെറിയൊരു തർക്കത്തിൻ്റെ പേരിലാണ് ഒരു കൊലപാതകം അവിടെ നടന്നത്. അപ്പോൾ കൂട്ടുകാരത് സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലൊക്കെ കൊലപാതകം ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവർ അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കൊല നടത്തിയത് എന്നുള്ളത് നമ്മളെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശിക്ഷാ രീതിയിലുള്ള ആ ഒരു കനം കുറവാണോ ഈ കുട്ടികളെയൊക്കെ ഇതിനായിട്ട് പ്രേരിപ്പിക്കുന്നത്? ഈ കുറ്റം ചെയ്യുന്നത് ഇത്ര വലിയ പ്രശ്നമല്ല എന്നുള്ളൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണോ? ഒരുപക്ഷെ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 15-16 വയസ്സിൻ്റെ ഒരു സമയമെന്ന് പറയുമ്പോൾ അഡോളസൻസിൽ സമൂഹവുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി, ഒരു തരത്തിൽ പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി അടുത്തത് ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അവനെ ഏത് തൊഴിലിലേക്ക് വിടണം എന്നതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന അളവുകോലായിട്ട് കണക്കാക്കിയിരുന്ന, അപ്പോൾ ആ ഒരു സമയമായിട്ടും അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ച കിട്ടിയിട്ടില്ല, സഹജീവിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അറിയില്ല എന്നുള്ള വാദങ്ങൾക്കൊന്നും വലിയ സാധുതയില്ല. ആൻഡ് മോറോവർ നെഞ്ചക്ക് പോലെയുള്ള വലിയ ഈസ്റ്റേൺ ആയോധന സംവിധാനങ്ങളിൽ അത്രയും വലിയ മുറിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാവാതെ അല്ല അവരിത് ചെയ്യുന്നത്. മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിൻ്റെ തീരാവേദനയ്ക്കൊപ്പം നാം സമൂഹം ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. എങ്കിലും ഈ കുറ്റവാളികളെ കല്ലെറിയണം, അവരെ കൊലപ്പെടുത്തണം, അവരെ പരീക്ഷ എഴുതിക്കരുത് എന്നിങ്ങനെയുള്ള മുറവിളി സമൂഹത്തിൽ ഉയർന്നു വരുന്നതും നാം കണ്ടു. എനിക്ക് തോന്നുന്നു അവർ കോഴിക്കോടുള്ള ഒബ്സർവേഷൻ ഹോമിൽ ഇരുന്നു കൊണ്ട് അവർ പരീക്ഷ എഴുതുന്നു. ജുവനൈൽ ജസ്റ്റിസ് നിയമം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഇളവുകളുണ്ട്. അത് പ്രകാരമാണോ ഈ ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ടും ആ കുട്ടികൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് എക്സാം എഴുതിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ എക്സാം എഴുതിക്കാൻ പാടുള്ളതാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും അവർക്കത് ബാധകമല്ല? അവരുടെ ഫോട്ടോ പോലും നമ്മൾ ആരും കാണുന്നില്ല, അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയാണോ പുറത്ത് അതുപോലെ തന്നെ ഒരു ജുവനൈൽ ഹോമിൽ ഇരുന്ന് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നത്, അത് ആളുകളെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ. ഒന്നാമതായി ഈ മരണപ്പെട്ട ഷഹബാസ് എന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ തീരാവേദനയ്ക്കൊപ്പം നാം നിൽക്കേണ്ടതുണ്ട്. അവർക്ക് തിരിച്ചു കിട്ടാതെ പോലെ അവരുടെ മകൻ നഷ്ടപ്പെടുന്നു.
ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന് ഉചിതമായ രീതിയിലല്ല ഈ 10ാം ക്ലാസ് തരത്തിലെ കുട്ടികൾ ഈസ്റ്റേൺ ആയോധന കലയുടെ വലിയ പ്രഹരശേഷിയുള്ള നെഞ്ചാക്ക് പോലെയുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആളെ വധിക്കാൻ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഇവിടെ ഒരു വിഷയമെന്ന് പറയുന്നത് 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറയുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കുറ്റവാളി അല്ലെങ്കിൽ പ്രതി എന്ന വാക്കുകളൊന്നുമല്ല ഈ തരം കുറ്റം ആരോപിക്കപ്പെട്ടവരെ 18 വയസ്സിന് താഴെയുള്ള വ്യക്തികളാണെങ്കിൽ അവരെ നിയമവുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നർത്ഥം വരുന്ന ജുവനൈൽ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ചെറിയ പ്രിവിലേജുകൾ കൊടുക്കുന്നുണ്ട്. ഭാവിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ റീഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവർ കുറ്റം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ശിക്ഷിച്ചാലും ഇവരെ തിരിച്ച് സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ ഒരു സ്റ്റിഗ്മ, ഒരു ചാപ്പ കുത്തിയ പോലെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഇവരുടെ ഫോട്ടോ ഷെയർ ചെയ്യരുത്, ഇവരുടെ പേരുകൾ പബ്ലിഷ് ചെയ്യരുത്, ഇവരിലേക്ക് നയിക്കുന്ന ഇവരുടെ മേൽവിലാസത്തിലേക്ക് എത്തിപ്പെടാൻ ഉതകുന്ന രീതിയിൽ മാതാപിതാക്കളുടെ, ബന്ധുക്കളുടെ വീട്ടുപേര്, സ്കൂളിൻ്റെ പേര് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രിവിലേജ് ഈ പറയുന്ന നിയമം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളം ഏറെ സാക്ഷരതയുള്ള മാധ്യമപ്രവർത്തകർ പോലും അതിലെല്ലാം വലിയ ഉൾക്കാഴ്ച കാണിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് നമ്മുടെ ന്യായാധിപന്മാരെല്ലാം അതിൽ വലിയൊരു വയലേഷൻ വന്നാൽ കൃത്യമായിട്ട് ഇടപെടുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങളിൽ ആരും ഈ കുട്ടികളുടെ ഈ 18 വയസ്സ് പൂർത്തിയാകാത്ത 10ാം തരം പരീക്ഷ എഴുതാൻ പോയ കുറ്റാരോപിതരുടെ ഒന്നും ഫോട്ടോ അവരുടെ ബന്ധുക്കളിലേക്കോ വീട്ടിലേക്കോ നയിക്കുന്ന യാതൊന്നും പബ്ലിഷ് ചെയ്യാത്തത് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ഒരു വലിയ ഉൾക്കാഴ്ചയുള്ള ഒരു നിയമത്തിൻ്റെ പരിരക്ഷ കൊണ്ട് തന്നെയാണ്. ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതർ ഇപ്പോൾ അവരുടെ എക്സാം എഴുതി എന്നുള്ളതാണ് വലിയൊരു ചർച്ച. ഇതിപ്പോൾ നമുക്കറിയാം 17 അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ആളുകൾ ഇതിനു മുൻപും പല ഇതുപോലുള്ള കുറ്റങ്ങളിൽ വന്നിട്ടുള്ള കുറ്റാരോപിതരായിട്ടുള്ള ആളുകളും അവരുടെ പേര് നമുക്കറിയില്ല, അവരുടെ അഡ്രസ്സോ അവരുടെ ഫോട്ടോ പോലും അറിയില്ല. ഇപ്പോൾ നിർഭയ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ബാക്കി കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വധശിക്ഷയ്ക്ക് ശിക്ഷിച്ചപ്പോഴും 17 വയസ്സ് മാത്രം പ്രായമുള്ള ആളെ നമ്മൾ തിരിച്ചറിഞ്ഞു പോലുമില്ല. ഇപ്പോഴും എവിടെയോ ഉണ്ടായിരിക്കും അയാളാ. ഏറ്റവും ക്രൂരമായിട്ട് ആ ഒരു കേസിൽ ആ ഒരു പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായിട്ട് അപ്രോച്ച് ചെയ്ത ഒരാളും കൂടിയാണത്. അപ്പോൾ ഈ വയസ്സ് 18 ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് അവർ കുറ്റം ചെയ്തു എന്നതിൽ നിന്ന് രക്ഷപ്പെടുകയല്ലേ. ഇപ്പോൾ ഈ ഒരു കേസ് എടുത്താൽ തന്നെ അവർക്ക് എക്സാം എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം. അത് ശരിക്കും അങ്ങനെ പാടുമോ, അങ്ങനെ ചെയ്യാവുന്ന കാര്യമാണോ? ഈ ചോദ്യത്തിനെ 2 ഘട്ടങ്ങളായിട്ട് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഈ വിഷയത്തിലെ പരീക്ഷ എഴുതിയതുമായി ബന്ധപ്പെട്ട് ആദ്യം ഞാൻ അതിനെ ആൻസർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് 10ാം ക്ലാസ് തരം. അവന് പിന്നീട് വിദേശത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ എല്ലാം മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓൾ ഓവർ ദ വേൾഡ് ചോദിക്കുന്ന ഒരു സംഗതിയാണ്, ഇന്ത്യൻ സിസ്റ്റത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന ഒന്ന് ഇവർക്കുണ്ട്. ഇവിടെ അന്വേഷണം നടക്കണം. തൊണ്ടി മുതൽ ഈ നെഞ്ചാക്ക് മറ്റ് സാധനങ്ങളൊക്കെ കണ്ടെടുത്ത് തൊണ്ടി മുതൽ അഥവാ മെറ്റീരിയൽ ഒബ്ജക്ട്സ് സീഷർ നടത്തി അതിൻ്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കണം. അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കണം. അതിനുശേഷം വിചാരണ, ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഘട്ടം, അവസാനത്തെ ഘട്ടം. അതിനുശേഷമാണ് ഇന്ത്യയിൽ വിധിന്യായം പറയുന്നത്. അപ്പോൾ ഈ 4-5 ഘട്ടങ്ങൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ അവർക്ക് ഉള്ള ഒരു നാച്ചുറൽ റൈറ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷ എഴുതാനുള്ള, അവർക്ക് ഇൻഹറൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു മനുഷ്യാവകാശത്തിൻ്റെ രീതിയിൽ കൂടി പോലുള്ള ഒരു കാര്യത്തിനെ ജനത്തിൻ്റെ മുറവിളി കൊണ്ട് മാത്രം തടഞ്ഞാൽ ആ സമൂഹം അല്ലെങ്കിൽ ആ ഗവൺമെൻറ് ഒരു റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയുള്ള സമൂഹം എന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒബ്സർവേഷൻ ഹോമിലിരുന്ന് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കുന്നത്. അതിലേക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന മറ്റൊരു കാര്യം, പട്ടാക്ക സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരു കേസിൽ ലൈഫ് കൺവിക്റ്റ് ഈ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണ്, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളാണ് ഇപ്പോൾ ഈ ഷഹബാസ് വധക്കേസിലുള്ളതെങ്കിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലപാതക കേസിലെ 2 പ്രതികൾ LLB വക്കീൽ ഭാഗം പഠിക്കാനായിട്ടുള്ള എൻട്രൻസ് പരീക്ഷ എഴുതുകയും അവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുകയും അവരൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇവർ LLB പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങണം, ജാമ്യം നൽകണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ കോടതി അവകാശമാണോ പരീക്ഷ എഴുതാനുള്ളത് എന്ന് പരിശോധിക്കുകയുണ്ടായി. അതിനെ 1978 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറെ സുപരിചിതമായൊരു പേരാണ് ചാൾസ് ശോഭരാജ്. ഈ ധൈര്യം ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പഴയ തിലകൻ്റെ ഒരു ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ ചാൾസ് ശോഭരാജ് മധ്യപൂർവേഷ്യയിലൊക്കെ വിവിധ രാജ്യങ്ങളിൽ, നേപ്പാളിൽ, ഇന്ത്യയിലൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള
ഒരു മാഫിയ തലവൻ എന്നൊക്കെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. ആ കേസിൽ എവിടം വരെ ഒരു വ്യക്തിക്ക് ഒരു പണിഷ്മെൻറ്റ്, സെർവിങ് ജയിലിലെ പണിഷ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തളവ് വരെ ഫ്രീഡം കൊടുക്കാം എന്നൊരു ചോദ്യമുണ്ട്. അവന് മൗലികമായ അവകാശങ്ങൾ ഒരു സിറ്റിസനുള്ളതൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് പഠിക്കാനുള്ള വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള വിദ്യാഭ്യാസം, നേരത്തിന് 3 നേരം ചോറ് ഭക്ഷണം കിട്ടാനുള്ള അവകാശം. അതുകൊണ്ടാണല്ലോ നമ്മൾ ജയിലിലാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് അളന്ന് മട്ടൻ കറി ഇത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പച്ചക്കറി ഇത്ര ക്വാണ്ടിറ്റി ഒക്കെ ഒരു തടവുകാരന് കൊടുക്കുന്നത്. അപ്പോൾ മൗലികമായിട്ടുള്ള അവകാശങ്ങളുടെ ഭാഗമായിട്ട് പഠിക്കാനുള്ള അവകാശത്തെ കൂടിയും പരിഗണിക്കുന്നു. എന്നാൽ എന്താണ് ഒരു പണിഷ്മെൻറ്റിൻ്റെ അന്തസത്ത? അത് അവൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിനെ കൺഫൈൻമെൻറ്റിൽ കൂടി ശിക്ഷാ രീതിയിൽ ബിഹൈൻഡ് ദ ബാർസ്, അഴികൾക്കുള്ളിലാക്കുമ്പോൾ മൂവ്മെൻറ്റിനെയാണ് തടയുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ലൈഫ് കൺവിക്ഷൻ കിട്ടിയ ജീവപര്യന്തം തടവിലാക്കപ്പെട്ട കുട്ടികളുടെ കാര്യത്തിൽ കോടതി പുതിയൊരു ജൂറിസ്പ്രുഡൻസ് എടുക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ച് പറയുന്നു, നിങ്ങൾക്ക് ആ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് തടയാനാണ് നിങ്ങൾക്ക് ശിക്ഷ തന്നിരിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് പഠിക്കാം. ബന്ധപ്പെട്ട പ്രിൻസിപ്പാളിനെ വിളിച്ചു വരുത്തുന്നു. കോടതിയിൽ അവർ മറുപടി കൊടുക്കുന്നു. ഇന്ന് ലഭ്യമായ മോഡേൺ ഗാഡ്ജറ്റ്സ്, ഫെസിലിറ്റീസ് വെച്ചിട്ട് കോവിഡാനന്തര ലോകത്ത് വന്നിട്ടുള്ള ഓൺലൈൻ രീതികൾ വെച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രീതിയിൽ പഠനം തുടരാമെന്ന് ഈ പട്ടാക്ക സുരേഷ് ബാബുവിൻ്റെ കേസിൽ കഴിഞ്ഞ വർഷം ഒരു വിധി വരുന്നു. അതിനെ തുടർന്ന് മറ്റു പല കേസുകളിലും ഇതിൻ്റെ ഒരു ഇൻ പാർ വിത്ത്, അതിനോട് തോളോട് തോൾ ചേർന്ന് നിരവധി കേസുകളിൽ ഇത്തരത്തിൽ പഠിക്കാനുള്ള അവകാശം, പരീക്ഷ എഴുതാനുള്ള അവകാശം. ഓർക്കണം, ലൈഫ് കൺവിക്റ്റ് ശിക്ഷ അനുഭവിക്കുന്നവർക്കാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കേസിൽ ഈ കുട്ടികൾക്കെതിരെ ആരോപണം മാത്രമേ നേരിട്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് പരീക്ഷ എഴുതുക എന്നത് തീർത്തും വളരെ ആവശ്യമുള്ളൊരു റൈറ്റാണ്. അതുകൊണ്ട് മാത്രമാണ് സമൂഹത്തിൻ്റെ മുറവിളിയും വിഷമവും മരണപ്പെട്ടവൻ്റെ വീടിൻ്റെ വേദനയും ഒക്കെ സർക്കാർ ഉൾക്കൊള്ളുമ്പോഴും ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത്. ഈ അശ്വതി ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ അമെൻമെൻറ്റ് ചെയ്ത ഭേദഗതി വരുത്തിയ രൂപം വരുന്നത് 2015 കാലഘട്ടത്തിലാണ്. 2013 കാലഘട്ടത്തിൽ, തുടർന്ന് 2017 കാലഘട്ടത്തിൽ രാജ്യത്ത് വലിയ 2 സംഭവ വികാസങ്ങൾ നടന്നു. ഒന്ന്, ആദ്യത്തേത് നിർഭയ എന്ന പെൺകുട്ടി, അത് അവരുടെ ഒരു നിക്നെയിമിൽ വിളിക്കുന്നതാണ്, അവരുടെ യഥാർത്ഥ പേര് രഹസ്യമായി വയ്ക്കുന്നു, ഒരു ഗാങ് റേപ്പ്, ഒരു കൂട്ടമായ പീഡനത്തിന് ഇരയാക്കപ്പെട്ടു. അന്ന് നിലനിന്നിരുന്ന റേപ്പിന് കൊടുത്തിരുന്ന ശിക്ഷ ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഗവൺമെൻറ്റിനെ അത് കൊണ്ടുചെന്നെത്തിച്ചു. അതിൽ ഒരു കുറ്റവാളി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഈ നിയമം ആയിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടി എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ള 18 വയസ്സിന് താഴെയുള്ള വ്യക്തിയായിരുന്നു. മറ്റെല്ലാവരെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ, അതിൽ ഒരു വ്യക്തി തടവിലിരിക്കുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുകയോ മറ്റോ ഉണ്ടായി. മറ്റെല്ലാവരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുമ്പോൾ ശിക്ഷാ വിധിക്ക് ശേഷം ഈ കുട്ടിയെ ഒരു റീഫോർമേറ്റീവ് രീതി അനുസരിച്ച് ഒരു NGOക്കൊപ്പം സൈൻ ചെയ്ത് അവനെ വിട്ട് അവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ആ പ്രിവിലേജ് കൊടുത്തു. പക്ഷേ ദൗർഭാഗ്യകരം, സങ്കടകരം എന്ന് പറയട്ടെ, ഈ കുട്ടിയാണ് ഇവരുടെ പ്രൈവറ്റ് പാർട്സിലടക്കം വലിയ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഈ പെൺകുട്ടിയോട് കഠിനമായിട്ട് പെരുമാറിയിട്ടുള്ള, ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് അർഹമാകാവുന്ന രീതിയിൽ ഉപദ്രവം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ഒരു മാറ്റർ. പിന്നീട് കത്വ എന്ന് പറയുന്ന സ്ഥലത്ത്, ജമ്മു കശ്മീരിലെ ഒരു ബൾക്വാൾ നാടോടി സമുദായത്തിൻ്റെ ഒരു പെൺകുട്ടിയെ ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ച് ഒരു പൂജാരിയും സഹായിയും ഒക്കെ കൂടി ഇതുപോലെ ക്രൂരമായ പീഡനത്തിനിരയാക്കി. അതിലും ഒരു നിയമവുമായി പൊരുത്തപ്പെടാത്ത 18 വയസ്സിന് താഴെയുള്ള ഒരാൾക്കെതിരെ കുറ്റാരോപണം നടന്നു. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ക്രിമിനൽ നിയമങ്ങളിൽ വലിയ ഭേദഗതികൾ വരുന്നു. പ്രത്യേകിച്ചും 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ഗാങ് റേപ്പിനെ ഇരയാക്കി കഴിഞ്ഞാൽ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്ന് ഇന്നില്ല. അതുവരെ ഈ പറയുന്ന ചെറിയ കുട്ടികളോടുള്ള ഇതിൽ ശിക്ഷകൾ, പണിഷ്മെൻറ്റ് പറഞ്ഞതിന് പകരം, അല്ലെങ്കിൽ തടവ് ശിക്ഷ പറഞ്ഞതിന് പകരം ഗാങ് റേപ്പ് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ചെയ്യുന്നതിനെ വധശിക്ഷ എന്ന് പറയുന്ന രീതിയിൽ 376 AB എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കൊണ്ടുവരികയുണ്ടായി. പിന്നീട് ഇപ്പോൾ കോഡ് നിയമസംഹിതകൾ വന്നപ്പോൾ, ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ വകുപ്പുകൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ തന്ത്രപരമായ ഒരു രീതിയിൽ പാർലമെൻറ്റ് ചിന്തിച്ച് 2013-17 കാലഘട്ടങ്ങളിൽ ക്രിമിനൽ നിയമത്തിൽ ഭേദഗതികൾ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 13-നും 17-നും ഇടയിൽ 15-ലാണ് പ്രത്യേകിച്ചും ഈ നിർഭയ കേസിലെ ഈ വ്യക്തിയുടെ, ഈ കുട്ടി രക്ഷപ്പെട്ടു നിയമത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് എന്നത് വലിയ പൊതുജന വിഷയമായപ്പോഴാണ് 2015 ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ട് എന്ത് പറയുന്നു,
ഒരു കുറ്റാരോപിതനായ വ്യക്തി ജുവനൈൽ ജസ്റ്റിസ് അനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ള വ്യക്തി, അവൻ പ്രതിയെന്ന് വിളിക്കപ്പെടുന്നില്ല, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിയാണ്. അവനെ ഹാജരാക്കുന്നത് ഒരു മജിസ്ട്രേറ്റ് എന്ന ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും താഴെയുള്ള ഫോർമാറ്റുള്ള കോടതിയിലല്ല, അവനെ ഒരു ഏകാംഗ ജഡ്ജിൻ്റെ മുമ്പിലല്ല ഹാജരാക്കുന്നത്. ഒരു സ്ത്രീ കൂടി, ഒരു അമ്മയുടെ പോലെ ഒരു സ്ത്രീയും കൂടി ഇരിക്കുന്ന കൗൺസിലറും സൈക്കോളജിക്കൽ സപ്പോർട്ടുള്ള സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ ആർജവമുള്ള വലിയ പ്രവർത്തന പരിചയമുള്ള വ്യക്തികളൊക്കെ കൂടുന്ന ഒരു ബോർഡ് ജുവനൈൽ ജസ്റ്റിസിൻ്റെ ബോർഡിൻ്റെ മുമ്പിലൊക്കെയാണ്. പക്ഷേ സപ്പോസ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത് ഒരു ഹീനമായ കുറ്റകൃത്യമാണ്, ഹീനിയസ് ഒഫൻസ് ആണ് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അവൻ അല്ലെങ്കിൽ അവൾക്ക് 16 വയസ്സ് പൂർത്തിയായിട്ടുണ്ടായിരിക്കുന്നു, 18 വയസ്സിന് താഴെയുമാണ്. അപ്പോൾ 16നും 18നും ഇടയിലാണെങ്കിൽ ആ വ്യക്തികളെ വേണമെങ്കിൽ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കോടതികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അത് ഷഹബാസിൻ്റെ കേസിലും ആ പ്രൊവിഷൻസ് വേണമെങ്കിൽ അപ്ലിക്കബിൾ ആണ്, പ്രൊവൈഡഡ് ഈ കുട്ടികൾ 16 വയസ്സ് ക്രോസ് ചെയ്തിരിക്കുകയും 18 എത്തിയിട്ടില്ല, ജുവനൈൽ ജസ്റ്റിസിൻ്റെ ഉള്ളിൽ വരുന്നു, എന്നാൽ ഇവർ ഹീനിയസ് ആയിട്ടുള്ള കുറ്റകൃത്യമാണ് ചെയ്യുന്നതെങ്കിൽ ഇവരെ റെഗുലർ കോടതിയിലേക്ക് വലിയ പ്രായമായിട്ടുള്ള മെജോറിറ്റി അറ്റൈൻ ചെയ്ത കുറ്റവാളികൾക്കൊപ്പം ആ ശിക്ഷ കിട്ടുന്ന രീതിയിലേക്ക് ഇവരെ കൊണ്ടുപോകാമെന്ന് ഈ 2015 നിർഭയ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട 18 വയസ്സ് തികയാത്ത ആൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോയി എന്ന മുറവിളിക്ക് ശേഷം പാർലമെൻറ്റ് കൊണ്ടുവന്ന ഈ മാറ്റത്തിൽ സംഭവിക്കും. അത് ആ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ചിന്തിക്കുമോ എന്ന് ഷഹബാസിൻ്റെ കേസിൽ കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് മുഴുവൻ അവർക്ക് വലിയ ഒരു സുഖമായിരിക്കാനുള്ള ലാവണം ഉണ്ടാക്കുന്നു എന്നൊന്നും അർത്ഥമില്ല. ഒരു റിഫോർമേറ്റീവ് തിയറി അനുസരിച്ച് അത് പ്രവർത്തിക്കുമ്പോൾ പോലും 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ ബോധമായിട്ട് പോലും നെഞ്ചാക്കും വാളും പരിചയമൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ക്രൂരമായ മനസ്സുള്ള കുട്ടികളെ അവരെ കുട്ടികൾ എന്ന ഡെഫിനിഷനിൽ 18 വയസ്സിൽ നിർത്തിക്കൊണ്ടുപോലും റെഗുലർ കോടതിയിലേക്ക് വിചാരണയിലേക്ക് കൊണ്ടുപോകാൻ ആർജവമുള്ള ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ കീഴിൽ സാധിക്കും. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ യുവതലമുറേനെ ഇത് വല്ലാതെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ റീസൺ തപ്പി പോകുമ്പോൾ പലരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമയെ കുറിച്ചാണ്. നമ്മൾ കുറച്ച് പഴയ കാലം ഒരു 80s സിനിമയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിത്രമാവട്ടെ, കിരീടമാവട്ടെ, നാടുവാഴികളാവട്ടെ, ഇതിലൊക്കെ ഒരു ശിക്ഷ അവരെന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെന്നെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും, അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനിമ വൈൻഡപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അല്ലെങ്കിൽ തൂക്കി കൊല്ലുന്നു അങ്ങനെയൊക്കെ വെച്ച് അവസാനിക്കുമ്പോൾ നമുക്കൊരു മെസ്സേജ് കിട്ടുകയാണ്, എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവാണ് അത്തരം സിനിമകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റീസെന്റ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ മാർക്കോ, പണി, ആവേശം പോലുള്ള സിനിമകൾ, ഇനി ലക്കി ഭാസ്കർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു കുറ്റം അതിനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് സെറ്റാക്കുന്ന അങ്ങനെ ഒരു മെസ്സേജാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ സിനിമകളിലും മാറ്റം വന്നിട്ടുണ്ട്. അത് തന്നെയാണോ നമ്മുടെ യുവതലമുറയെ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും കുറ്റങ്ങൾ കൂടുന്നതിനുള്ള ഒരു കാരണം അതായിരിക്കുമോ? ശിക്ഷയെ പേടിയില്ലാത്തത് കൊണ്ടും ഇങ്ങനെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊക്കെ അതിനെ സഹായിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഈ ജെൻസി എന്നൊക്കെ പറയുന്ന ഒരു തലമുറ പുതിയത് വരുമ്പോൾ ഒരു പക്ഷേ അവർക്ക് സിനിമകളുടെ ഒരു ബാഹ്യ സ്വാധീനം അവരുടെ ദുർബലമായ മനസ്സുകളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇത്തരം സിനിമകളുടെ സ്വാധീനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവിടെ വൈരുദ്ധ്യമുള്ള 2 ചോദ്യങ്ങളാണ്. സെൻസർ ബോർഡ് ഉൾപ്പെടെ കൊടുത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരു തീരുമാനമെടുത്ത ശേഷം ചലച്ചിത്രം ജനങ്ങളിലേക്ക് എത്തിച്ച് അവ പ്രേക്ഷക വിജയം നേടി കാണാവുന്ന മാക്സിമം ആളുകൾ കണ്ട് വിവിധ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നതിന് ശേഷം നാട്ടിലെ അതിക്രമങ്ങളും ക്രൈമും കൂടി പോലീസ് കേസുകൾ കൂടി എന്നതുകൊണ്ട് ഒരു പർട്ടിക്കുലർ സിനിമയ്ക്ക്, ഇപ്പോൾ മാർക്കോ പോലുള്ള സിനിമയ്ക്ക് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ അല്ലെങ്കിൽ ചാനലുകളിലെ പ്രദർശനാനുമതി നിഷേധിക്കുന്നത് പലപ്പോഴും ഒരു പ്രഹസനം മാത്രമായിട്ട് അവശേഷിക്കുന്നു. കാരണം ഈ കാണുന്ന കുട്ടികളും ഈ സമൂഹമൊക്കെ ഇത് കാണൽ കഴിഞ്ഞു. അല്ലെങ്കിൽ അത് അവർ സെൻസർ ബോർഡിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ നാട്ടിൽ നിലവിലുള്ള നിയമവ്യവസ്ഥിതി അനുസരിച്ച് അവ കട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യുകയും അതിനെതിരെ ഹർജി കൊടുത്ത് അതിന് ചലഞ്ച് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട കോടതികളിൽ പോകാൻ അവരുടെ സംവിധായകനും പ്രൊഡ്യൂസർക്കൊക്കെ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു വട്ടം സെൻസർ ബോർഡ് യന്ത്രങ്ങൾ ചലിപ്പിച്ച് തീരുമാനമാക്കിയതിന് ശേഷം ഒരു തീരുമാനമെടുത്തിട്ട് പിന്നീട് സമൂഹത്തിൻ്റെ പ്രേരണയിൽ അല്ലെങ്കിൽ അതിന് വഴങ്ങിക്കൊണ്ട് ഗവൺമെൻറ് പുതിയ ഡിസിഷൻസ് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പഴയ സിനിമകളിൽ ഈ പറയുന്ന പോലെ നന്മയുടെ പ്രതിരൂപമായിട്ടുള്ള ദിവ്യ ചൈതന്യമുള്ള ഒരാളായിട്ട് ആ നായകനെ പ്രതിഷ്ഠിക്കുന്നു. സപ്പോസ് അവരൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരു വിലങ്ങണിയിക്കുകയോ
അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് കരയുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പഴയ പോലീസ് ജീപ്പിൽ, പിൻഭാഗം തുറന്ന പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്ന രംഗമൊക്കെ കാണിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകരും സിനിമാ സംവിധായകരും ഒക്കെ പറയുന്നത് അന്ന് അങ്ങനെയൊക്കെ സെൻസർ ബോർഡിൻ്റെ ഒരു തിട്ടൂരമുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെയുള്ള തിന്മ ചെയ്തിട്ടുള്ള സിനിമകളിൽ അവരെ പോളിഷ് ചെയ്യാത്ത രീതിയിൽ അവർ ശിക്ഷ അനുഭവിച്ചു എന്ന് കാണിക്കുന്ന രീതിയിൽ സിനിമ അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ ഇന്ന് ആവേശം, മാർക്കോ, ലക്കി ഭാസ്കർ ഈ സിനിമകളിൽ ഉണ്ടാക്കിയ കള്ളപ്പണം മുഴുവൻ അമേരിക്കയിലും റഷ്യയിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം വ്യക്തികളെ സ്വാധീനിച്ച്, ഭരണകൂടത്തെ സ്വാധീനിച്ച് അവിടെ പോയി സെറ്റിലാകുന്ന കള്ളൻ്റെ കഥ, അല്ലെങ്കിൽ പോലീസിനെ പറ്റിച്ച് തനിക്ക് വേണ്ട ശിക്ഷയിൽ നിന്ന് ഒഴിയുന്നവരുടെ കഥയൊക്കെയാണ് വലിയ കയ്യടി നേടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം അറ്റ്ലീസ്റ്റ് ദുർബലമായ മനസ്സുകളുള്ള കുട്ടികളെയെങ്കിലും സ്വാധീനിക്കും. അപ്പോൾ അത് ഒരു ക്രിമിനൽ രീതിയിൽ ഓൾറെഡി ആ വാസനയുള്ളവർക്കൊരു റെസിഡ്യൂസം, വീണ്ടും കുറ്റങ്ങൾ ചെയ്യാനും, ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇത്രയേ ശിക്ഷ ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത്രയെല്ലാം ലൂപ്പ് ഹോൾസ് ഇതിലുണ്ട്. ഇപ്പോൾ ദൃശ്യം സിനിമയൊക്കെ അനുകരിച്ചുകൊണ്ട് ഒരുപാട് കൊലപാതകങ്ങളൊക്കെ അന്ന് അരങ്ങേറിയെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതൊന്നുമല്ലാതെ തന്നെയും ക്രിമിനൽ വാസനയുള്ളവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സിനിമയെ കുറ്റപ്പെടുത്തുന്നതിലൊരു അർത്ഥമില്ല. അതൊരു മണ്ടൻ തീരുമാനമാണ്, മണ്ടൻ കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരുടെ കയ്യിൽ കിട്ടുന്നത് മൊബൈൽ ഫോണാണ്. ഈ മൊബൈലിൽ ഇല്ലാത്തതൊന്നുമില്ല. അവർ കളിക്കുന്ന ഗെയിം, പബ്ജി പോലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ് അവരുടെ വിനോദമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ എന്തിനും ആക്സസ് കിട്ടുന്ന ഒരു തലമുറയാണ്. അവർക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല. സ്വന്തമായിട്ട് മൊബൈലുള്ളവരാണ് ഒട്ടുമിക്ക കുട്ടികളും. അപ്പോൾ അവർക്ക് ഒന്നിനും ഒരു ലിമിറ്റേഷൻ ഇല്ല, എല്ലാം അവർക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് അർത്ഥമില്ല. അവർക്ക് കിട്ടുന്നത് എന്തും ഇതുപോലെയാണ്. ഭയങ്കര ഫ്രീഡം ആണ് കുട്ടികൾക്കുള്ളത്. അവർക്ക് എന്തും ആക്സസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ സിനിമ കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നതിൽ വലിയ അർത്ഥം ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ഒരുപക്ഷെ ഈ ചെറുപ്പത്തിൽ അണുകുടുംബം അവസ്ഥയിൽ കൈയൊന്നു മാറിയെടുക്കാൻ, കുട്ടിയെ എടുക്കാൻ ആളില്ലാത്ത രീതിയിൽ ലേഡീസൊക്കെ കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സിംഗിൾ പാരൻറ്റിങ് മദർ, ഫാദർ, അവരൊക്കെ ഈ കാർട്ടൂണുകൾക്ക് വെച്ച് കൊടുത്തുകൊണ്ട്, യൂട്യൂബ് വെച്ച് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടിയെ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത്, അപ്പോൾ 24 hours അവന് കിട്ടുന്ന ഫീഡ് എന്ന് പറയുന്നത് വിഷ്വൽ സംഗതികളാണ്. നാമൊക്കെ പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങൾ വായിച്ച കാലത്ത് ബാലരമയോ ബാലഭൂമിയോ മാജിക് മാലുവിൻ്റെ കഥയിലോ മായാവിയുടെ കഥയിലോ കുട്ടൂസനും ഡാക്കിനിയുമാണ് മാക്സിമം വന്നിരുന്നത്. അന്നൊന്നും ഒരു കൊലയും കൊലപാതകവും ഒന്നും കാണുന്നില്ല. ആ സമയത്താണ് പണ്ട് ഒരു പക്ഷേ ഈ ഫിലിം ഫെസ്റ്റിവലുകളിലേക്കൊക്കെ കുട്ടികൾക്ക് പ്രവേശനമില്ലാതിരുന്ന സ്ഥലങ്ങളിൽ മാത്രം രക്തരൂഷിതമായ കൊറിയൻ ഫിലിമുകളൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലങ്ങളെ വിട്ടു നോക്കുമ്പോൾ ഇന്ന് അമ്മയുടെ ഫോണിൽ, അച്ഛൻ്റെ ഫോണിൽ, ടെലിഗ്രാമിൽ കൊറിയൻ ഫിലിമുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. മാർക്കോയേക്കാൾ ഹെവി ലോഡുള്ള ദൃശ്യങ്ങൾ അവർ കാണുന്നുണ്ട്, ഭീകരമായ കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്, അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ മാർക്കോ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് ആ ഒരു സിനിമ മാത്രമാണ് കാരണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് അതിനെ നിരോധിക്കുക, അതിന് ഇനി ചാനൽ പ്രദർശനം പറ്റില്ല, അതൊക്കെ ഒരു മണ്ടൻ തീരുമാനങ്ങൾ മാത്രമാണ്. അതർവൈസ് മറ്റ് പല കാരണങ്ങൾ, വർദ്ധിച്ചു വരുന്ന വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ആക്സസ്, അതുപോലുള്ള പഴയ രീതിയുടെ പ്രിൻ്റ് ജേർണലിസം, പ്രിൻ്റ് പുസ്തകങ്ങൾ, അതിൻ്റെ കുറവ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഡീവിയേഷൻ, അതൊക്കെ വിഷ്വലി വരുമ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നല്ല പാരൻറ്റിങ് കിട്ടാത്ത, അല്ലെങ്കിൽ നല്ല സോഷ്യൽ സപ്പോർട്ടോ നല്ല സോഷ്യൽ മിംഗ്ലിങ്ങോ ഇല്ലാത്ത കുട്ടികളുടെ ദുർബലമായ മനസ്സിൽ അവരെ ആയുധങ്ങൾ ആകർഷിക്കാം. ഇപ്പോൾ 2014-15 സമയത്തുനിന്ന് പബ്ജി പോലുള്ള ഗെയിമുകൾ, അത് വലിയ രീതിയിൽ, പിന്നെ ദേഹത്ത് മുറിവേൽപ്പിക്കുന്നത് ബോണസ് മാർക്കായിട്ടുള്ള തരത്തിലുള്ള ചില ഗെയിമുകൾ, പിന്നെ വഴിയിലും വഴിയോരത്തും പുൽക്കാടുകളിലും ഒക്കെ നടന്ന് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സ്കോർ ശേഖരിക്കുന്ന അങ്ങനെയുള്ള രീതിയിലേക്ക് ഇവർ ഗെയിമുകളിൽ കൂടിയാണ് സൊസൈറ്റിയെ കാണുന്നത്. എത്ര പേരെ ഞാൻ ഇന്ന് കൊന്നു, അല്ലെങ്കിൽ എത്ര പേരെ ഞാൻ ഇന്ന് വെടിവെച്ചിട്ടു എന്നതാണ് ഇവരുടെ പിയർ ഗ്രൂപ്പ് സംസാരം. അപ്പോൾ അങ്ങനെ ഒരു സമൂഹവുമായിട്ട്, കുട്ടികളുമായിട്ട് സംവദിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇൻട്രാക്റ്റ് ചെയ്യണം. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയെ തന്നെ പരിഷ്കരിക്കേണ്ടി വരും. കൂടുതൽ ഇൻട്രാക്റ്റീവായിട്ട് പുസ്തകങ്ങളിൽ ഇവർക്ക് കൊടുക്കുന്ന കണ്ടൻറ്റ് സോഷ്യൽ മീഡിയ കണ്ടൻറ്റിനോട് മത്സരിച്ച് ഒപ്പം എത്താവുന്ന കണ്ടൻറ്റ് അനുസരിച്ചിട്ട് അധ്യാപകരൊക്കെ ഇടിച്ചു നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നാൽ, അത്രയും മത്സരാധിഷ്ഠിതമായി വന്നാൽ, അതിനൊപ്പം തന്നെ ജനമൈത്രി പോലീസ് പോലുള്ള സംവിധാനങ്ങളും ആക്സസ്സായി വന്നാൽ മാത്രമേ നമുക്കിതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കൂ.
എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് നമുക്കുള്ള ഒരു അഭയ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ മാറുന്ന തലമുറ അല്ലെങ്കിൽ കാലത്തിനൊത്ത മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് തലമുറയ്ക്ക്. അപ്പോൾ അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും നല്ലൊരു കാലം അല്ലെങ്കിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണമൊക്കെ കുറഞ്ഞ് നമുക്ക് വീണ്ടും സമാധാനപരമായിട്ടുള്ള ഒരു കാലത്ത് ജീവിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് നിർത്താം അല്ലേ. നന്ദി.